ഹായ്, ഇനി നമുക്കൊരു പുതിയൊരു വിഷയത്തേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ഒരിടയ്ക്ക് ഇപ്പോൾ കൂടുതലും വാർത്തയിലൊക്കെ കാണുന്നൊരു കാര്യമാണ് ഈ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു മക്കളൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അതായത് സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും ടീനേജേഴ്സ് പ്രായത്തിലേക്കും നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിലല്ലാതെ നിൽക്കുന്ന എല്ലാ കയ്യിലേക്ക് പോകുമ്പോഴും മക്കളുടെ കയ്യിൽ ഈ കാര്യം എത്തുന്ന ഇതുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, അതായത് ഇപ്പം എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു വിശ്വാസത്തോടെ നമ്മളിതിനെ തിരിഞ്ഞു നിൽക്കാതെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒത്തൊരുമയായിട്ട് വേണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പൊരുതാൻ വേണ്ടിയിട്ട്. സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ, അതായത് ഏതൊരു കാര്യം നമ്മൾ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമുക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അല്ലേ? അതായത് മൃഗങ്ങളിൽ നിന്നും നമ്മളെ വേർതിരിക്കുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ, നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഇപ്പം നമ്മളൊരു ആള് ഇപ്പം അയാൾക്ക് ഏതൊരു സാധനം ദുരുപയോഗപ്പെടുമ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലേ? ഇപ്പോൾ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നു, അത് നമുക്ക് അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നു, അത് കാരണം സമൂഹത്തിന് പ്രശ്നം ഉണ്ടാകുന്നു, വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നു, ഒരു എറൗണ്ട് എല്ലാം പ്രശ്നമാകുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നത്. ഇപ്പം എനിക്കൊരു സാധനം ഉപയോഗിക്കണമെന്ന് തോന്നും, അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു, ഞാൻ നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്നെ മാത്രം ബാധിക്കുന്നതാണ്. ഞാൻ ഒരു സാധനം ഉപയോഗിക്കുന്നു, ഈ സാധനം ഉപയോഗിച്ച് ഞാൻ ഒരാളെ പോയി തല്ലുന്നു, അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കുന്നു, അങ്ങനെ അതൊരു ചെയിൻ പ്രോസസ്സായിട്ട് പോകാം. അല്ലെങ്കിൽ ഈ ഒരു സാധനം ഞാൻ വേറൊരാൾക്ക് കൂടെ ഷെയർ ചെയ്യുന്നു, അവരെ നിർബന്ധിക്കുന്നു, കഴിക്കാൻ നിർബന്ധിക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ സാമൂഹികപരമായുള്ള ബുദ്ധിമുട്ടിലേക്ക് വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കൂടുതലും നമ്മൾ പോലീസും എല്ലാ ആൾക്കാരും ഇതിന് വേണ്ടിയിട്ട് മുന്നേറുന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും ഇതുണ്ടാകണം. ആദ്യം നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. അപ്പം നമ്മുടെ വീട്ടിൽ ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞത് നമുക്ക് ഫാമിലി ടൈം വളരെയേറെ കുറവാണ് ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ മക്കൾ തന്നെ അവരൊരു റൂമിൽ അടച്ച് ഇരിക്കുമ്പോഴേക്കും അവരെന്തുകൊണ്ട് ഒളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മളും പല കാര്യങ്ങളിൽ വ്യഗ്രതപ്പെട്ട് നമ്മളും പല കാര്യങ്ങളുടെ പുറകെ ഓടാതെ നമ്മുടെ ഫാമിലി കുറച്ച് സമയം കണ്ടെത്തുക. അവർക്ക് എന്ത് വേണം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു 5 വയസ്സായ അല്ലെങ്കിൽ ഒരു 6 വയസ്സായ കുട്ടി ഒരു പടം വരച്ചു. ആ പടം വരച്ചിട്ട് ആദ്യം കൊണ്ട് കാണിക്കുന്ന ആരെയായിരിക്കും? പേരൻസിനെ ആയിരിക്കും. നമ്മൾ കൂടുതലും എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോർ എന്ന് പറയുമ്പോൾ നമ്മളത് നോക്കൂല, നമ്മൾ കൊള്ളാന്ന് പറയും. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് അടുത്തിരുത്തി വെച്ച് തന്നെ നോക്കിയതിനെ നമ്മൾ പ്രൊമോഷൻ കൊടുക്കണം. അതുപോലെ നമ്മളായിരിക്കണം അവരുടെ എന്തായിരിക്കണം? ഫ്രണ്ട് ആവേണ്ടത്. നമ്മൾ ഫ്രണ്ട് ആകുമ്പോൾ അവർ ഏതൊക്കെ കൂട്ടിലേക്ക് പോകുന്നു, എങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ കൂട്ടുകാരാവാതിരിക്കുമ്പോൾ, അപ്പോൾ ഒരു ടീനേജ് അല്ലെങ്കിൽ ഒരു 10 വയസ്സ് 15 വയസ്സായ കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആരുടെ ഷെയർ ചെയ്യുമെന്ന് വെച്ചാൽ അവർ പറയുന്ന അവർ കൂട്ടുകാരുടെ ഷെയർ ചെയ്യുന്നുള്ളത് പറയുന്നത്. അപ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത്. നല്ല കൂട്ടുകാർ, ചീത്ത കൂട്ടുകാർ. നമ്മൾ കൊടുക്കേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കൊടുക്കാതിരിക്കുമ്പോഴാണ് അവർ വേറൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറകെ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ബേസ്മെൻ്റ് ഇടുക. നമ്മൾ എന്തൊക്കെ, അതായത് എന്ത് കാര്യവും നമ്മളോട് വന്ന് പറയാനുള്ള സിറ്റുവേഷൻ നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ അവരെ കണ്ണുകളിൽ നോക്കി, അതായത് കുട്ടികളുടെ കുട്ടികൾ ശരിയല്ല, കുട്ടികളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ഓക്കെ അല്ല എന്നുള്ളത് നമുക്ക് അവരുടെ കണ്ണിൽ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. ഈവൻ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന, എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും ബേസ് ലെവലിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവരുടെ ആ ഉപയോഗം, അവർ ഒരു അടിമപ്പെട്ട് അവർ നമ്മളെ തന്നെ ഉപദ്രവിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നോക്കാതെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇത് ഒത്തിരിയും ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടിയെ ഓരോ കുടുംബക്കാരും ഓരോരുത്തരും എൻ്റെ കുട്ടീനെ നോക്കണം, നമ്മളെ ശരിയാക്കണം എന്ന് വിചാരിക്കുമ്പോഴേക്കും ഈ സമൂഹം മുഴുവൻ ശരിയാവും. നമ്മൾ ഒരാളാണ് നമ്മൾ ഈ ഒരു സമൂഹമായി മാറുന്നത്. അപ്പോൾ ഓരോരുത്തരാണ് ഓരോ സമൂഹമായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ വിചാരിക്കുക, എൻ്റെ വീട്ടിൽ നിന്നും ഒരു ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ഉണ്ടാവാൻ പാടില്ല എന്ന്.